ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇനി ഞാൻ വന്നിട്ടുള്ളത് നല്ല ഫ്രൈഡ് റൈസ് പോലത്തെ ഒരു ഗീ റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലൊരു നെയ്ച്ചോറാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് നല്ലൊരു കളർഫുള്ളാണ്, കാണാൻ നല്ല ഭംഗിയാണ്. വൈറ്റ് കളറിൽ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ, റെസ്റ്റോറൻറ്റിൽ നിന്നും തട്ടുകടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ അതേപോലെയുള്ളൊരു അതേ റെസിപ്പി തന്നെയാണ്. പക്ഷേ ഇതിൽ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമൊക്കെ നമുക്ക് നോക്കാം. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു കടായി വെച്ചിട്ടുണ്ട്. നമ്മളെപ്പോഴും ഗീ റൈസ് വെക്കുമ്പോൾ ഒരു കപ്പിന് 2 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് വെക്കേണ്ടത് കേട്ടോ. ഞാനിപ്പോൾ 2 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ 4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ട്. അതൊന്ന് തിളക്കണ്ട, അതിൻ്റെ നല്ലോണം ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് എന്ത് ചെയ്യാം, പട്ടയും ഏലക്കൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 4 ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറാമ്പൂവ്, പട്ട, പിന്നെ ഇതിലേക്ക് ഒരു ബേ ലീവ്സും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് വെള്ളത്തിൽ കിടന്നിട്ട് നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും, നല്ലൊരു ടേസ്റ്റും നല്ലൊരു മണവും വരും നമ്മൾ ഈ റൈസിന് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല മിൽമൻ്റെ നെയ്യാണ്, 2 സ്പൂൺ നെയ്യ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ഗീ റൈസ് വെക്കാറുള്ളത്. അപ്പോൾ നല്ലൊരു ടേസ്റ്റുമാണ്, നല്ലൊരു കളർഫുള്ളുമാണ്, നല്ല വൈറ്റ് കളർ തന്നെ നമുക്ക് കിട്ടും. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി നമ്മളെ വെള്ളം നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ഇപ്പോൾ തിളച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ റൈസ് കഴുകിങ്ങാണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. സിമ്പിളാണ്, നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പക്ഷേ കാണാൻ നല്ലൊരു കളർഫുള്ളും ഭംഗിയൊക്കെ ആയിട്ടുള്ളൊരു റൈസാണ്. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ റൈസ് മൊത്തം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. റൈസ് ഇട്ട അപ്പം തന്നെ നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടി പിടിച്ച് പോകും അത്. അപ്പോൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ഉപ്പൊക്കെ അതിൽ പാകത്തിനുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഞാൻ മൂടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാനൊരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഞാൻ വെച്ചു. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഉണ്ടോ. ഇപ്പോൾ അധികം വെള്ളമൊന്നുമില്ല, വെള്ളമൊക്കെ ഒന്ന് വറ്റി റൈസ് ഒരു 3/4 ഭാഗത്തോളമൊക്കെ ഒന്ന് വേവായിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ക്യാരറ്റാണ്, ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. പിന്നെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം, സ്പ്രിംഗ് ഓണിയൻ ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒക്കെ നല്ല കാണാൻ നല്ലൊരു ഭംഗിയാണ്. എൻ്റെ കയ്യിൽ ഗ്രീൻ പീസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇടാഞ്ഞത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ പീസ് ഇടണം കേട്ടോ, അപ്പോഴേ ഈ റൈസിൽ കാണാൻ ഭംഗി ടേസ്റ്റും ഉണ്ടാവുള്ളൂ കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇനിയൊരു 5 മിനിറ്റ് ഇതിങ്ങനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഞാൻ മൂടി വെച്ചിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയൊക്കെ ഒന്ന് വറുത്തെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് മിൽമൻ്റെ നെയ്യ് മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. മിൽമൻ്റെ നെയ്യിന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എപ്പോഴും നെയ്ച്ചോർക്കും ബിരിയാണി ഉണ്ടാക്കാനും എല്ലാത്തിനും മിൽമ നെയ്യിനെ യൂസ് ചെയ്യാൻ നോക്കുക. ഞാൻ ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളി ഒന്ന് നന്നായിട്ട് മൂത്ത് വരട്ടെ. ഇതിലേക്ക് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളി അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് മുന്തിരി ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് നമ്മളത് വറവായി വന്നിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മളെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉണ്ടോ. നല്ലതുപോലെ വെന്തിട്ടുണ്ട്, എന്നാൽ കട്ട പിടിച്ചിട്ടൊന്നുമില്ല. നല്ല കളർഫുള്ളായിട്ടുള്ള റൈസ് ഇവിടെ റെഡിയായി. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ഉള്ളിയുടെയും അണ്ടിപ്പരിപ്പിൻ്റെയും മുന്തിരിൻ്റെയും ഒക്കെ കൂട്ട് ഇട്ട് വെച്ച് കൊടുക്കുക. അപ്പോഴാണ് നമുക്ക് കാണാനൊരു ഭംഗിയും കിട്ടുക, ആ റൈസിന് നല്ലൊരു ടേസ്റ്റും കിട്ടും ഇങ്ങനെ ചെയ്യുമ്പോൾ കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഗീ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കളർഫുള്ളായിട്ടുള്ള ഗീ റൈസാണ്, നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കണേ, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണേ.
എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യണം കേട്ടോ. നല്ല വറുത്ത ചിക്കൻ്റെ കൂടെ അടിപൊളിയാണ് കേട്ടോ അത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ചിക്കനും കൂടി വറുത്തിരുന്നു. അതിൻ്റെ റെസിപ്പി ഞാൻ പിന്നെ വിടാം. അപ്പോൾ താങ്ക് യു.